1988 സിയോൾ ഒളിമ്പിക്സ് ലോകം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരുന്ന നിമിഷം. ഡൈവിംഗ് ഇതിഹാസം ഗ്രെഗ് ലോഗാനിസ് തൻ്റെ സ്വർണ്ണ മെഡലിനായി അവസാന ഡൈവിനൊരുങ്ങി. എന്നാൽ ഒരു നിമിഷത്തെ പിഴവ്. സെക്കൻഡിൽ 112 കിലോമീറ്റർ വേഗതയിൽ ഗ്രെഗിൻ്റെ തല ഡൈവിംഗ് ബോർഡിലിടിച്ചു. ഗുരുതരമായ പരിക്കേറ്റ് രക്തം വാർന്ന് അദ്ദേഹം വെള്ളത്തിലേക്ക് വീണ് ആഴ്ന്നു പോകുന്നു. ലോകം മുഴുവൻ ആ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. കണ്ടു നിന്നവരെല്ലാം അവിടെ ഗ്രെഗിൻ്റെ സ്വപ്നങ്ങൾ അവസാനിച്ചുവെന്ന് കരുതിയിരിക്കാം. പക്ഷേ വെറും 35 മിനിറ്റിന് ശേഷം തലയിൽ തുന്നലുകളുമായി ആ ഇതിഹാസം അതേ ഡൈവിംഗ് ബോർഡിന് മുകളിൽ തിരികെ എത്തി. ആളുകൾ ആകാംക്ഷയോടെയും ഭയത്തോടെയും കാത്തിരുന്നു. പിന്നീട് ലോകം കണ്ടത് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഡൈവായിരുന്നു. അസാമാന്യമായ മനഃശക്തിയാണ് ഗ്രെഗിനെ തുണച്ചത്. ആത്മവിശ്വാസം കൂടെയുണ്ടെങ്കിൽ തോറ്റുകൊടുക്കാൻ തയ്യാറല്ല എന്നൊരു തീരുമാനം നമ്മൾ എടുത്താൽ എവിടെ നിന്നും തിരിച്ചു വന്ന് വിജയം സ്വന്തമാക്കാമെന്ന ഗ്രെഗ് ലോഗാനിസ് തൻ്റെ സ്വർണ്ണ മെഡൽ നേടി നമുക്ക് മനസ്സിലാക്കി തന്നു.